തെരഞ്ഞെടുപ്പിനുള്ള ദിവസങ്ങൾ കുറഞ്ഞതും സ്ഥാനാർത്ഥി നിർണയം വൈകിയതും സൈൻ പ്രിന്റിംഗ് വ്യവസായ മേഖലയ്ക്കും തിരിച്ചടിയായി. ഹരിത പ്രോട്ടോകോൾ പാലിക്കണമെന്നിരിക്കെ പരിസ്ഥിതി സൗഹാർദ്ദ ബാനറുകൾക്കുള്ള വലിയ ചിലവും മഷികിട്ടാനുള്ള താമസവും ഈ മേഖലയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. കേരളത്തിൽ ഓരോ തെരഞ്ഞെടുപ്പും ആവേശമാർന്ന ആഘോഷത്തിന്റെ കാലം കൂടിയാണ്. സോഷ്യൽ മീഡിയയുടെ കാലത്തും പരമ്പരാഗത രീതിയിൽ പാതയോരങ്ങളിൽ സ്ഥാപിക്കുന്ന പരസ്യ ബോർഡുകൾക്കും മതിലുകളിൽ പശയൊട്ടിച്ചു പതിക്കുന്ന പോസ്റ്ററുകൾക്കും ഇപ്പോഴും ആവശ്യക്കാർ കുറഞ്ഞിട്ടില്ല. സാധാരണക്കാരുടെ മനസ്സിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം മാറിപ്പോകാതെ പതിയാൻ രാഷ്ട്രീയക്കാർ ഇപ്പോഴും പ്രധാനമായും ആശ്രയിക്കുന്നത് സൈൻ പ്രിന്റിംഗ് മേഖലയെ തന്നെയാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് യുദ്ധം വരുത്തിവെച്ച വിന മുതൽ പ്രചാരണത്തിന് ദിവസം കുറഞ്ഞതുവരെ ചെറുതല്ലാത്ത നിരാശയാണ് ഈ മേഖലയെ ആശ്രയിച്ചു കഴിയുന്നവർക്ക് സമ്മാനിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ ഒരു ഉപജീവനമാണ്. ഇലക്ഷനൊക്കെ വരുമ്പോൾ കുറേ വർക്ക് കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെ ലോണും കാര്യങ്ങളൊക്കെ അടഞ്ഞു പോവുള്ളൂ. സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന ബോർഡുകൾ, ബാനറുകൾ, കൊടിതോരണങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കുന്നതിന് പ്ലാസ്റ്റിക്, PVC മുതലായ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനു പകരം പുനഃചംക്രമണം ചെയ്യാവുന്നതും പരിസ്ഥിതിക്ക് അനുയോജ്യമായതുമായ പ്രകൃതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പടിപടിയായി ഹരിത പ്രോട്ടോകോൾ നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന നിലയ്ക്ക് പരിസ്ഥിതി സൗഹാർദ്ദ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുക എന്നത് അത്ര വലിയ വെല്ലുവിളിയല്ല. എന്നാൽ അതിനുള്ള സമയം ഇത്തവണ ഇല്ല എന്നതാണ് പ്രധാന വെല്ലുവിളി. ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഒരു മാസത്തിൽ കൂടുതൽ, അതായത് 23, 24 തീയതികളിൽ ഏപ്രിൽ പ്രഖ്യാപിക്കുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ അത് ഇത്രയും പെട്ടെന്നായപ്പോൾ ഈ മഷിയൊക്കെ കൊണ്ടുവരാനുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോൾ വർക്കിൻ്റെ ഷോർട്ടേജും ഉണ്ടാവും. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസങ്ങൾ പിന്നിട്ടിട്ടും പലയിടത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്കായിട്ടില്ല. ചിലയിടങ്ങളിൽ പ്രിന്റിംഗ് തുടങ്ങിയ ശേഷം നിർത്തിവെച്ച സ്ഥാനാർത്ഥികൾ അടക്കമുണ്ട്. ഇതും ദോഷകരമായി ബാധിക്കുന്നത് സൈൻ പ്രിന്റിംഗ് മേഖലയെയാണ്. ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ താമസിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്കും അതൊരു പ്രശ്നമാണ്. അഡ്വാൻസായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. പ്രിന്റ് ചെയ്ത് ഒരുപക്ഷേ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് വേസ്റ്റാണ്. ഞങ്ങൾക്ക് പൈസയും കിട്ടൂല, അത് ഞങ്ങൾക്ക് നഷ്ടമാണ്. തെരഞ്ഞെടുപ്പ് കാലം മലയാളിയെ സംബന്ധിച്ച് വെറുമൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയല്ല, മറിച്ച് അക്ഷരാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ ഉത്സവമാണ്. ഈ ഉത്സവത്തിന്റെ മാറ്റു കുറയാതെ കാത്തു സൂക്ഷിക്കുന്നതിൽ ഇവർക്കുള്ള പങ്ക് കുറവല്ല. കാലം എത്ര മാറിയാലും, ടെക്നോളജി മാറിയാലും, ബോർഡുകളും ബാനറുകളും കൊടിതോരണങ്ങളും ഇവിടെയൊക്കെ തന്നെ ഉണ്ടായേക്കാം. ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.